ഹ്യൂമൻ ഹെൽത്ത് അല്ലേ, മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് എൻവയോൺമെന്റുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മുടെ ചുറ്റിലുമുള്ള എൻവയോൺമെന്റ് എത്രത്തോളം പൊല്യൂട്ടഡ് ആവാതിരിക്കുന്നു അത്രത്തോളം രോഗങ്ങൾ, നമ്മുടെ ഹെൽത്തും എന്തായിരിക്കും, സേഫ് ആയിരിക്കും എന്നതിന് ഒരു തർക്കവും ഇല്ല അല്ലെ. അല്ലാതെ നമുക്ക് അതായത് ഇതേപോലെ തന്നെ എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നാച്ചുറൽ എൻവയോൺമെന്റ്സ് നമുക്ക് എന്താണ് തരുന്നത്? നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റിലൂടെ നമുക്ക് അങ്ങനെ സേഫായ ഹെൽത്ത് ആണോ നമുക്ക്? ഇല്ല അല്ലെ. നമുക്ക് ഒരുപാട് ചാലഞ്ചസ് നേരിടേണ്ടി വരികയാണ് ചെയ്യുന്നത്. തീർച്ചയായും അതിന് പിന്നിൽ ഹ്യൂമൻ ആക്ടിവിറ്റി, മനുഷ്യന്റെ പ്രവൃത്തികൾ തന്നെയാണെങ്കിലും നിലവിൽ ഇപ്പോ ഉള്ള ഒരു അവസ്ഥ, അതായത് നമ്മുടെ പരിസ്ഥിതി നമുക്ക് ഒരുപാട് ചാലഞ്ചസ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണ്. അതായത് ഹെൽത്ത്, ആരോഗ്യപരമായി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരികയാണ് ചെയ്യുന്നത് അല്ലെ. സോ ഇപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റൽ ഡിസീസ് ആണ്. ഓക്കെ, നമ്മുടെ ഈ എൻവയോൺമെന്റുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന രോഗങ്ങൾ, നമുക്ക് വരാവുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് രോഗങ്ങളെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആകെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലെ, അതായത് നമ്മുടെ ചുറ്റിലുമുള്ള പരിസ്ഥിതി ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിനെ ഒരുപാട് രീതിക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം വെച്ച് വളരെ മോശമായ രീതിക്ക് തന്നെയാണ് ബാധിക്കുന്നത് അല്ലെ. കാരണം നമ്മുടെ ചുറ്റിലുമുള്ള പരിസ്ഥിതി മലിനമാണ് എങ്കിൽ നമ്മുടെ ആരോഗ്യവും ആരോഗ്യവും ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും അല്ലെ, പല തരത്തിലുള്ള പാത്തോജനിക് ആയത് അല്ലെ, അത്തരത്തിൽ ഒരുപാട് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ദി ഹൈയസ്റ്റ് ലെവൽ ഓഫ് വർക്കേഴ്സ്, അതായത് ഒരു വർക്കറിന് ഇപ്പൊ മെയിൻ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് ഒക്യുപേഷണൽ ഡിസീസിനെ കുറിച്ചാണ്. ഒക്യുപേഷണൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് രോഗങ്ങളെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നവൻ ആരാണ്? വർക്കറാണ് അല്ലെ, തൊഴിലാളിയാണ്. വിനോദൻ, ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവരെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ അല്ലെ. ഏകദേശം അത് തൊഴിലാളിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പബ്ലിക്കിനാണ് അപ്പൊ ആ പ്രശ്നം നേരിടുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഒക്യുപേഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ യൂണിറ്റിൽ നോക്കുന്നത് ഒക്യുപേഷണൽ ഡിസീസുകളെ കുറിച്ചാവുമ്പോൾ ഒക്യുപേഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞത് എന്താണ് എന്നതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു തൊഴിലാളിയുടെ ഓവറോൾ ആയിട്ടുള്ള, അതായത് ഫിസിക്കൽ, അതേപോലെ തന്നെ മെന്റൽ, അതേപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള ഒരു വെൽനെസ് ഉണ്ടല്ലോ. സോഷ്യൽ ആയിട്ടുള്ള, അതായത് ഒരു തൊഴിലാളിയുടെ മെന്റൽ, അതേപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഒരു വെൽ കൈൻഡ്, അഥവാ അത്തരത്തിലുള്ള ഒരു വെൽ കൈൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഒക്യുപേഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പോലെ പൂർണ്ണമായിട്ടും ഒക്യുപേഷണൽ ഹെൽത്ത് ഒരു തൊഴിലാളി അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയുമായി ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഏകദേശം അത് എന്ത് തന്നെയാണ്? പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒക്യുപേഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു തൊഴിലാളിയുടെ ഫിസിക്കല് മാത്രമല്ല, മെന്റല് മാത്രമല്ല, അതേപോലെ തന്നെ സോഷ്യൽ, ഓക്കെ, ഈ മൂന്നും കൂടി ഓവറോൾ ആയിട്ടുള്ള ഒരു ആരോഗ്യത്തെയാണ് നമ്മൾ ഒക്യുപേഷണൽ ഹെൽത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ,
അങ്ങോട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചില ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ നമ്മുടെ പബ്ലിക് സെക്ടറാണ് നോക്കുന്നത്. സോ പബ്ലിക്കിന് എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഇങ്ങോട്ട് വരുന്ന കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതി മലിനമാകുന്നതിനനുസരിച്ച് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ അത് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തെ തീർച്ചയായും ബാധിക്കുന്നു. ഇത്തരത്തിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്, അതായത് ദി ടൈപ്സ് ഓഫ് എൻവയോൺമെന്റൽ ഡിസീസ്. ഓക്കെ, എൻവയോൺമെന്റൽ ഡിസീസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. പോപ്പുലേഷൻ ഇൻക്രീസ്, അതേപോലെ തന്നെ അർബനൈസേഷൻ, നഗരവൽക്കരണം, ഇമിഗ്രേഷൻ, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ലാൻഡ് യൂസ് ആൻഡ് അഗ്രികൾച്ചർ മെത്തേഡ്, ഡീഫോറസ്റ്റേഷൻ, അല്ലേ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രാവൽ, എല്ലാം തന്നെ ഈ പറഞ്ഞ എല്ലാം തന്നെ പബ്ലിക് ഹെൽത്ത് സെക്ടറിനെ ഏറ്റവും അധികം ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിൽ ഇനി നമ്മൾ ഇത് കടക്കാൻ പോകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിനെ ബാധിച്ചു? പബ്ലിക്കിന്റെ അല്ലെ, ജനങ്ങളുടെ, അല്ലെ, അങ്ങനെ പറയാം, അല്ലെ, ജനങ്ങളുടെ അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെയും ഹെൽത്തിനെ ബാധിച്ചു, ആരോഗ്യത്തെ ബാധിച്ചു. ഇത്തരത്തിൽ വരുന്ന കുറച്ച് ഒക്കുപേഷണൽ ഡിസീസുകളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാന്ന് നോക്കാം. പൊതുവെ ഒക്കുപേഷണൽ ഡിസീസ് എന്ന് പറയുന്നത് എപ്പോഴും ലങ് ഡിസീസുമായിട്ട് റിലേറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ലങ്സിന്റെ പ്രവർത്തനങ്ങളിലായിരിക്കും ഇത് കൂടുതൽ എഫക്ട് ചെയ്യും. മനസ്സിലായല്ലോ? നോക്കാം ഏതൊക്കെയാണ്. ആസ്ബസ്റ്റോസിസ്, ബൈസിനോസിസ്, പെസ്റ്റിസൈഡ് പോയ്സണിങ് ആൻഡ് നോയ്സ് ഇൻഡ്യൂസിങ് ഹിയറിംഗ് ലോസ്. ഇത്തരത്തിൽ ഒരുപാട് ലങ് ഡിസീസുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത്. ഓക്കെ, ഒക്യുപേഷണൽ ഡിസീസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലങ് ഡിസീസുകളെ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഇനി ഓരോരോ ഡിസീസും നമുക്ക് എടുത്തെടുത്ത് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാം. ആദ്യം തന്നെ ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്നത് ഒരു ക്രോണിക് ലങ് ഡിസോർഡർ ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ലങ് കണ്ടീഷൻ, ക്രോണിക് ലങ് കണ്ടീഷൻ, അതായത് ഒക്യുപേഷണൽ ഡിസീസ് തന്നെയാണ്. ആ രീതിയിൽ ലങ്സിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ലങ്സിനെ മോശമായി ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് എന്ത്? ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കിയാൽ, ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ്, ഹയർ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ് നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ അത്തരത്തിലാണ് നമ്മുടെ ലങ്സിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ആക്ച്വലി ആസ്ബസ്റ്റോസിസ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് വളരെ ക്രിസ്റ്റലാണ്, ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള പൊടികളാണ്. നമുക്ക് എന്താ പറയാ, മൈക്രോസ്കോപ്പിക്, അത്രയും ചെറുതാണ്. മനസ്സിലായല്ലോ? മൈന്യൂട്ട് ആയിട്ടുള്ള ക്രിസ്റ്റാലിക് സ്ട്രക്ചർ നമുക്കൊന്നും കാണാൻ പോലും പറ്റില്ല. ഓക്കെ, അത്രയും ചെറിയ കുഞ്ഞു തരികളാണ്. അപ്പൊ നമ്മൾ അത് ശ്വസിച്ചു കഴിയുകയാണെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ആസ്ബസ്റ്റോസിസ് എന്ന് പറഞ്ഞ ക്രോണിക്കൽ ലങ് ഡിസോർഡർ നമുക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഇത് എന്തിനാണ്? ഇത് ഒക്യുപേഷണൽ ഡിസീസ് തന്നെയാണ്. ഓക്കെ, പിന്നെ നോക്കാം, ഇത്തരത്തിൽ ഒരുപാട് ലങ് ഡിസീസ് കാണാം. ഇതിലുള്ള ഇതേപോലെയുള്ള മറ്റൊന്നാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. എന്താണ്? സിലിക്കോസിസ്. ഇതും തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്? ഒരു ലങ് ഡിസോർഡർ ആണ്, ഒരു ക്രോണിക് ലങ് ഡിസോർഡർ തന്നെയാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് വരുന്നത്? ലാർജ് എമൗണ്ട് ഓഫ് ക്രിസ്റ്റാലിൻ സിലിക്ക ഡസ്റ്റ്, അല്ലെ, സിലിക്ക ഡസ്റ്റ് ലാർജ് എമൗണ്ട് ആയിട്ട് വർഷങ്ങളായിട്ട് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു തൊഴിലാളി എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെ. അത്തരത്തിലൊരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് സിലിക്കൺസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇടയിലുള്ള, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതായത് അത്തരത്തിലൊരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു ലങ് ഡിസോർഡർ അല്ലെങ്കിൽ ലങ് ഡിസീസ് ആണ് ഏത്? സിലിക്കോസിസ് എന്ന് പറയുന്നത്. സിലിക്ക ഡസ്റ്റ് മൈന്യൂട്ട് തന്നെയാണ്. അത് നമ്മൾ വർഷങ്ങളായിട്ട് അത് ഇൻടേക്ക് ചെയ്യുമ്പോഴാണ് സിലിക്കോസിസ് എന്ന് പറഞ്ഞ ഈ ഒരു ക്രോണിക് ലങ് ഡിസീസ് വരുന്നത്, അല്ലെ. സോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഇതിനെ കുറിച്ച് അറിവില്ലാത്ത ഒരുപാട് തൊഴിലാളികൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓക്കെ, ഇന്നും ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തുകൊണ്ടും ഇതിനെ കുറിച്ച് അവയർനെസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഇത്തരത്തിൽ ഒരുപാട് വർഷം ഈ സിലിക്ക ഡസ്റ്റ് ശ്വസിക്കുന്ന ഒരു വർക്കറിന് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ലങ് ഡിസീസ് ആണ് ഏത്? സിലിക്കോസിസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മറ്റൊന്നാണ് ഏത്? ഫ്ലൂറോസിസ്. എന്താണ്? ഫ്ലൂറോസിസ്. ഇതും ഏകദേശം ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം തന്നെയാണ്. എന്താണ്? ഫ്ലൂറൈഡ് എക്സസ് ആയിട്ട്
ആയിട്ട് എക്സസ് എമൗണ്ട് ഓഫ് ഫ്ലൂറൈഡ് നമ്മള് ഉള്ളിലോട്ട് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലോട്ട് കടന്നാൽ വരുന്ന ഒരു ഡിസീസ് ആണ് ഏത് ഫ്ലൂറോസിസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി വരാൻ ചാൻസ് ഉള്ളത് വെള്ളത്തിലൂടെ, മനസ്സിലായി, കുടിവെള്ളത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ്, മനസ്സിലായല്ലോ, ഇത്തരത്തിലൊക്കെയാണ് എന്ത് വരുന്നത്, ഈ ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞ ഡിസീസ് നമുക്ക് വരുന്നത്. ഇതേപോലെ മറ്റൊന്നാണ് നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്നാണ് ആസ്മ, അല്ലെ. ആസ്മ നമുക്ക് ഭയങ്കര കേട്ട് പരിചയമുള്ള ഒരു ഡിസീസ് തന്നെയാണിത്. ഇത് ആക്ച്വലി വരുന്നത് ആസ്മ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബ്രോൺക്യൂൾസ്, നമ്മുടെ ലങ്സിലോട്ട് പോകുന്ന ബ്രോൺക്യൂൾസിൽ ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ്, അതായത് സ്വോളൻ ഇൻഫ്ലമേഷൻ ഒക്കെ വരുന്ന സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്, ആസ്മ എന്ന് പറയുന്നത് എന്താ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ്. ഓക്കെ, ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ആസ്മ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താ, നമ്മുടെ ബ്രോൺക്യൂൾസ് ഇങ്ങനെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വോളൻ ആവുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ നമുക്ക് എന്ത് വരുന്നു, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി നമുക്ക് അനുഭവപ്പെടുന്നു. ഇത്തരത്തിലൊക്കെയാണ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പബ്ലിക് നേരിട്ട് കൊണ്ടിരിക്കുന്ന കുറച്ച് ഡിസീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. സോ ഈ ഒരു യൂണിറ്റിൽ ആകെ നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ഒക്യുപേഷണൽ ഡിസീസ് ആണ്. ഈ എൻവയോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതി ഏതൊക്കെ രീതിക്കാണ് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന് മാത്രമേ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിനെ തുടർന്ന് കൊണ്ടുവരുന്ന ഡിസീസുകൾ, അല്ലെ, എൻവയോൺമെന്റൽ, നമുക്കറിയാം ഒക്യുപേഷണൽ ഡിസീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡിസീസും ഡിസോർഡേഴ്സും എല്ലാം തന്നെ നമുക്ക് ഈ എൻവയോൺമെന്റിൽ നിന്നും നമുക്ക് കിട്ടും. ഇപ്പോഴും ഇതൊന്നും ആർക്കും അവെയർ അല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. ഇന്നും നിലവിൽ ഇത്തരത്തിൽ ഇൻഡസ്ട്രി, ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ അബ്സ്റ്റോസിസ് അല്ലെങ്കിൽ സിലിക്കോസിസ് എന്നുള്ള രോഗങ്ങൾ ഇത്തരത്തിൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്താൽ അല്ലെങ്കിൽ ഇത് ശ്വസിക്കുന്നത് മൂലം ഇത്തരത്തിലുള്ള ഡിസീസ് വരുമെന്ന് ഇപ്പോഴും ഒരുപാട് തൊഴിലാളികൾക്ക് അറിയില്ല. മനസ്സിലായല്ലോ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഞാൻ ആകെ ഇത് മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അതായത് ഒക്യുപേഷണൽ ഡിസീസുകളും അതെങ്ങനെയാണ് വരുന്നതെന്നും, മനസ്സിലായല്ലോ, അതിന്റെ ദൂഷ്യഫലങ്ങൾ എങ്ങനെയാണെന്നും ഇത് ആർക്കൊക്കെയാ വരുന്നതെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു കൊച്ചു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു യൂണിറ്റിൽ കാണാം. ഓക്കെ, സോ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.